കേരളത്തിൽ NDA പാർലമെന്റ് സീറ്റ് പിടിച്ചാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വൻ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രചരണം നടക്കുമ്പോൾ തന്നെ ഇടത് കൺവീനർ EP ജയരാജൻ BJP നേതാക്കളുമായി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയിരിക്കുന്നു. പതിവ് പോലെ പാർട്ടി നേതാക്കൾ ജയരാജനു ചുറ്റും കൂടി ശക്തമായ പിന്തുണ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ വാർത്ത വരുത്തിവെച്ച ഹാനി അത്ര എളുപ്പമൊന്നും കഴുകിക്കളയാൻ പറ്റുന്നതല്ല. തൊട്ടുകൂടാത്തവർ എന്ന ലേബലിൽ അകറ്റി നിർത്തിയിരുന്ന സംഘപ്രസ്ഥാനങ്ങളുമായി നടത്തിയ ഏത് ചർച്ചയായാലും ഇന്നുവരെ പ്രതിപക്ഷം ഒരു പ്രത്യേക മതവിഭാഗക്കാരുടെ മുന്നിൽ കെട്ടിപ്പൊക്കിയ ഇമേജുകളെ ഇനിയുള്ള നാളുകളിൽ സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ അവർ കാണുകയുള്ളൂ. പാർട്ടിയുടെ ഉള്ളിൽ തന്നെ വരും ദിവസങ്ങളിൽ ഇത് കടുത്ത ചർച്ചയ്ക്കും വിമർശനത്തിനും വഴിയൊരുക്കും. ശക്തനായ ഒരു നേതാവാണ് മാറി ചിന്തിച്ചത് എന്ന കാര്യം അവരുടെ ആത്മവിശ്വാസം തകർക്കുന്നതുമാണ്. EP ജയരാജനെ പാർട്ടിയും മുന്നണിയും തള്ളിപ്പറഞ്ഞ് കൺവീനർ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കിയാൽ പോലും ജയരാജനുമായുള്ള BJP നടത്തിയ കൂടിക്കാഴ്ച തത്വത്തിൽ പാർട്ടി തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാകും. ഇത് കേഡർ പാർട്ടി എന്ന കെട്ടുറപ്പുള്ള പാർട്ടി എന്ന ബ്രാൻഡിങ്ങിന് എതിരെ തന്നെ പ്രവർത്തിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ കുഴപ്പമില്ല എന്നും രാഷ്ട്രീയം ചർച്ച ചെയ്താൽ മാത്രമേ പാർട്ടിയിൽ അക്കാര്യം അവതരിപ്പിക്കേണ്ടതുള്ളൂ എന്നുമുള്ള ഔദ്യോഗിക പ്രസ്താവന CPM ഇറക്കിയത്. മാധ്യമ ഗൂഢാലോചനകളാണെന്നും കള്ളപ്രചരണമാണെന്നും പാർട്ടി വിലയിരുത്തുമ്പോഴും പാർട്ടി പുറത്തു പറയുമ്പോഴും പൊതുജനം അതെല്ലാം വിശ്വസിക്കുന്നുണ്ട് എന്ന് ആരും കരുതരുത്. എന്നാൽ ജയരാജനെ അങ്ങനെ കൈവിടാൻ പാർട്ടിക്ക് കഴിയില്ല എന്നതാണ് വാസ്തവം. പാർട്ടിയുടെ രഹസ്യവും അന്തർധാരയും അറിയാവുന്ന അദ്ദേഹം പുറത്തുപോയാൽ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഭവിഷ്യത്തുകളായിരിക്കും അനുഭവിക്കേണ്ടി വരിക. CPMന്റെ മുറത്തിൽ തന്നെയാണ് BJP കയറി കൊത്തിയിരിക്കുന്നത്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന CPMന് കിട്ടിയ ശക്തമായ തിരിച്ചടിയാണ് ജയരാജന്റെ ചർച്ചകളിലൂടെ ലോകം അറിഞ്ഞത്. മറുവശത്തെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാകേണ്ടിയിരുന്ന ഇത്തരം കൂടിക്കാഴ്ചകൾ പുറത്തു പറഞ്ഞത് BJPക്ക് ഭാവിയിൽ ഗുണമാകുമോ എന്ന കാര്യം അവർ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ പാർട്ടിയിലേക്ക് വരാൻ രഹസ്യമായി താല്പര്യം കാണിക്കുന്ന മറ്റു പാർട്ടിയിലെ നേതാക്കന്മാർ അല്പം കൂടി കരുതലിലാവാനും സാധ്യതയുണ്ട്. സ്ട്രാറ്റജി അത് കൈകാര്യം ചെയ്യേണ്ടത് സ്ട്രാറ്റജിസ്റ്റുകൾ തന്നെയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ വന്നപ്പോഴും അനിൽ ആന്റണി വന്നപ്പോഴും ആരും ഒന്നും അറിയാതിരുന്നത്, ചർച്ച ചെയ്യുവാനുള്ള പഴുതുകൾ കൊടുക്കാതിരുന്നതും. കേരള രാഷ്ട്രീയം ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത്? അത് അനിവാര്യമായ മാറ്റത്തിന്റെ ദിശയിലേക്കാണ് എന്നുള്ളതാണ് വാസ്തവം. ജയ് ഹിന്ദ്.